ഒമർ ലുലുവിന്റെ സംവിധാനത്തിൽ അഡാർ ലവ് എന്ന ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ചിത്രത്തിലെ ഒറ്റ ഗാനരംഗത്തിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് പ്രിയ വാര്യർ. എന്നാൽ തുടക്കത്തിൽ കിട്ടിയ ഹൈപ്പ് പ്രിയയ്ക്ക് പിന്നീട് ലഭിച്ചില്ല എന്നതാണ് സത്യം. ചിത്രത്തിലെ കണ്ണിറുക്കൽ രംഗം വൈറലായതോടെ സോഷ്യൽ മീഡിയയിൽ ഏറെ ട്രോളുകളാണ് പ്രിയയ്ക്ക് നേരിടേണ്ടി വന്നത്. ചിത്രത്തിന്റെ കാര്യവും വ്യത്യസ്തമായിരുന്നില്ല. ചിത്രത്തെ ചുറ്റിപ്പറ്റി ഏറെ വിവാദങ്ങളും പ്രശ്നങ്ങളും തലപൊക്കിയിരുന്നു. റിലീസിന് പിന്നാലെ പ്രിയക്കെതിരെ നൂറിൻ ഷെരീഫ് നടത്തിയ പ്രതികരണത്തിന് പിന്നാലെ പ്രിയയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത്. അഡാർ ലവ് എന്ന സിനിമയിലെ മാണിക്യമലരായി പോവി എന്ന ഗാനം ഇറങ്ങിയതിന് ശേഷമാണ് പ്രിയ പ്രകാശ് വാര്യർ ലോകശ്രദ്ധ നേടിയത്. താരത്തിൻ്റെ കണ്ണിറുക്കലായിരുന്നു ഈ ഗാനത്തിൻ്റെ പ്രധാന ഹൈലൈറ്റ്. ആദ്യ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രിയ താരമായി മാറുകയായിരുന്നു. തൃശ്ശൂർ സ്വദേശിയായ പ്രിയയ്ക്ക് സിനിമയോട് പണ്ടേ താല്പര്യമുണ്ടായിരുന്നു. അഭിനയം മാത്രമല്ല നല്ലൊരു ഗായിക കൂടിയാണ് താനെന്നും ഈ താരം തെളിയിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഗാനങ്ങളുമായി എത്താറുമുണ്ട്. ഒമർ ലുലുവിൻ്റെ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് താരം എത്തിയത്. ഗാനം സൂപ്പർ ഹിറ്റായതിന് പിന്നാലെയാണ് സിനിമയിൽ താരത്തിൻ്റെ കഥാപാത്രത്തിന് പ്രാധാന്യം നൽകി തിരക്കഥ മാറ്റിയത്. തിരക്കഥയിൽ തിരുത്തൽ വരുത്തുന്നതിനിടയിലാണ് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് സിനിമയുടെ ചിത്രീകരണവും നീണ്ട നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ വ്യത്യസ്തമായ പ്രതികരണമായിരുന്നു ലഭിച്ചതും. ക്ലൈമാക്സ് മാറ്റി സിനിമ എത്തിച്ചെങ്കിലും വിചാരിച്ചത്ര ശ്രദ്ധ നേടാൻ ചിത്രത്തിനായില്ല. അഡാർ ലവ് ചിത്രീകരണത്തിനിടയിലും പിന്നീട് നടന്ന കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം നൂറിൻ ഷെരീഫും വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വൈറലായി മാറുന്നതിനിടയിലാണ് പ്രിയയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റും എത്തിയത്. സത്യങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ ചിലരൊക്കെ വെള്ളം കുടിക്കും. എന്തിനാണ് മറ്റുള്ളവരെ പോലെയാകാൻ ശ്രമിക്കുന്നത് എന്ന് കരുതി മാത്രം മൗനം പാലിക്കുന്നേ ഉള്ളൂ. കാരണം കർമ്മം എന്നൊന്നുണ്ട്. അത് എന്നായാലും സത്യങ്ങൾ പുറത്തു കൊണ്ടുവരും. ആ സമയം അത്ര ദൂരമല്ലെന്നും പ്രിയ പറയുന്നു. ഒരു അഡാർ ലവ് എന്ന ചിത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ അവസാനിക്കാത്ത സാഹചര്യത്തിലാണ് പ്രിയയുടെ ഈ വാക്കുകൾ. കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ പ്രിയ വാര്യരെക്കുറിച്ച് ചോദിച്ചപ്പോൾ നടി നൂറിൻ ഷെരീഫ് നൽകിയ മറുപടി ഏറെ ചർച്ചയായിരുന്നു. നൂറിനും പ്രിയയും തമ്മിലെ ബന്ധത്തിൽ വിള്ളൽ വന്നു എന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു നടിയുടെ പ്രതികരണം. പ്രിയ വാര്യരെക്കുറിച്ച് 2 വാക്കുകൾ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു നൂറിൻ. തനിക്ക് അത്ര അടുപ്പമില്ലെന്നും കാര്യങ്ങൾ അറിയില്ലെന്നുമായിരുന്നു നൂറിൻ പറഞ്ഞത്. പ്രിയ ആളാകെ മാറിപ്പോയെന്നായിരുന്നു ഒമർ ലുലുവും അഭിപ്രായപ്പെട്ടത്. ഈ വാർത്ത ആരാധകരുടെ ഇടയിൽ വൈറലായി മാറുന്നതിനിടയിലാണ് പ്രിയയുടെ പ്രതികരണം എത്തുന്നത്. പൂർണ്ണമായും പുതുമുഖങ്ങളെ വെച്ച് ഒമർ ലുലു സംവിധാനം ചെയ്ത ഒരു അഡാർ ലവിൽ പ്രിയ വാര്യരും റോഷനുമാണ് നായികന്മാരായി എത്തിയത്. ചിത്രത്തിലെ ഒരു മാണിക്യമലരായി പൂവി എന്ന പാട്ടിലെ കണ്ണിറുക്കൽ രംഗങ്ങൾ പ്രിയയെ പ്രശസ്തയാക്കുകയും ചെയ്തു. ആദ്യ ചിത്രം റിലീസിനെത്തും മുമ്പ് തന്നെ പ്രിയയ്ക്ക് ബോളിവുഡിലും ചുവടുവെക്കാനായിരുന്നു. എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് മലയാളി ലൈഫ്. സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിൻ്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും.